നമസ്കാരം വ്യൂവേഴ്സ്, അരിവിസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗാന്ധി ജയന്തിയായിട്ട് രാവിലെ തന്നെ ഒരു റൈഡിന് ഇറങ്ങിയതാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഒരു സ്ഥലം ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് ശേഖരപുരം ജംഗ്ഷൻ്റെ തൊട്ടടുത്ത് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്ന ആഹാരാസ് ഫിൽട്ടർ കോഫി റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ കുറച്ച് നാൾ മുൻപ് വരെ PV റെസ്റ്റോ കഫേ ആയിരുന്നു. ഇപ്പോൾ അത് മാറിയിട്ട് ആഹാരാസ് ഇതിനെ ടേക്ക് ഓവർ ചെയ്തിട്ട് ഫിൽട്ടർ കോഫി എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. AC ഡൈനിങ്ങും ഉണ്ട്, നോൺ AC ഡൈനിങ്ങും ഉണ്ട്. രണ്ടും ഒരു ഔട്ട്ഡോർ ആംബിയൻസിലാണ് ഇവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം പറഞ്ഞതൊരു ഗീ മസാല റോസ്റ്റാണ്. ദോശ ഇത്തിരി കരിഞ്ഞതായിരുന്നു, നെയ്യുടെ ക്വാണ്ടിറ്റിയും വളരെ കുറവായിരുന്നു. അകത്ത് മസാലയൊക്കെ അത്യാവശ്യം ഉണ്ടായിരുന്നു. കൂടെ ഒരു വടയും സാമ്പാറും 2 ടൈപ്പ് ചട്നിയാണ് അവർ തന്നത്. സംഭവം ദോശ ഇത്തിരി കരിഞ്ഞതുപോലെ തോന്നിയെങ്കിലും നല്ല ക്രിസ്പി ആയിരുന്നു. ഇങ്ങനെ മടങ്ങിയിരുന്നത് കൊണ്ട് തന്നെ ആദ്യത്തെ ബൈറ്റിൽ ആ മസാലയും ആ ദോശയും കൂടെ ചേർന്നിട്ടുള്ളൊരു പെർഫെക്റ്റ് ബൈറ്റ് കിട്ടാൻ ഇത്തിരി മെനക്കെട്ടു. മസാലയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ ദോശയുടെ കരിഞ്ഞ ടേസ്റ്റ് ഇത്തിരി ഓഫ് പുട്ടിംഗ് ആയിട്ട് തോന്നി. സംഭവം കോക്കനട്ട് ചട്നി നല്ല ഫ്രഷ് ആയിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിലും ആ പ്ലേറ്റിലെ ശരിക്കുള്ള സ്റ്റാർ ആ ടൊമാറ്റോ ചട്നി ആയിരുന്നു. ആ ചെറിയ ഉള്ളിയുടെയും മൂപ്പിച്ച മുളകിൻ്റെയൊക്കെ മണം ആ ഒരു മസാല ദോശയെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തു. അതുവരെ അത്യാവശ്യം എബോവ് ആവറേജ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എക്സ്പീരിയൻസ് ആ വടയിലൊരു കടി കടിച്ചതോടുകൂടി ബിലോ ആവറേജിലേക്ക് പോവുകയായിരുന്നു. ഇത്രയും പരാജയമായിട്ടുള്ളൊരു വട ഈ ഇടയ്ക്കൊന്നും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. സാമ്പാറിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് എടുത്തു പറയണം. അതൊരു ഓർഡിനറി ടിഫിൻ സാമ്പാർ അല്ല, അത് പ്രോപ്പറായിട്ട് നമ്മൾ ഈ സദ്യക്കും ചോറിലും ഒക്കെ ഒഴിച്ച് കൂട്ടുന്ന എരിവൊക്കെയുള്ള സാമ്പാർ തന്നെയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആ മസാല ദോശയുടെ കൂടെ ഒരു പെർഫെക്റ്റ് കോമ്പിനേഷൻ തന്നെ പറയാം. ഇതിലും ആ പരാജയം പിടിച്ച വട തന്നിട്ടുണ്ട്. അത് വേണ്ടെന്ന് പറയുന്നതാണ് നല്ലത്. ഞാൻ ആ വട തിരിച്ചു വരട്ടെ. ഇത് ഒണിയൻ റോസ്റ്റാണ്. റോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇതും റോസ്റ്റല്ല, ഇതും ഒരുമാതിരി നനഞ്ഞാണ് ഇരിക്കുന്നത്. ഒരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കയറി കഴിഞ്ഞാൽ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമില്ലെങ്കിൽ ഗ്യാരണ്ടി ആയിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അവിടുത്തെ ഇഡ്ഡലിയും ദോശയും. കാരണം ഇഡ്ഡലിയും ദോശയും നമ്മളെ ഡിസപ്പോയിൻറ്റ് ചെയ്യുന്നത് വളരെ റെയർ ആയിരിക്കും. പക്ഷേ ഞാൻ ഓർഡർ ചെയ്ത ഈ ഒണിയൻ റോസ്റ്റിൻ്റെ അവസ്ഥ നേരെ തിരിച്ചായിരുന്നു. ആ ഉള്ളിക്ക് ഒരു രൂപമാറ്റവും സംഭവിച്ചിട്ടില്ല. പച്ച ഉള്ളി അകത്ത് ജസ്റ്റ് ഒന്ന്, അതായത് ചൂടിൻ്റെ അടുത്തുകൂടെ കൊണ്ടുവരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. സംഭവം ഈ പ്ലേറ്റ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ദോശ കഴിക്കാവുന്ന അത്രയും ഞാൻ കഴിച്ചു. ആ പച്ച ഉള്ളി മാത്രം എൻ്റെ പ്ലേറ്റിൽ ബാക്കി വന്നിരിക്കുകയാണ്. കഴിക്കാൻ കയറിയപ്പോൾ വേറെ ആരും അവിടെ കഴിക്കാനുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് കടയിലെ എല്ലാ ടേബിൾസും ഫുള്ളായിരിക്കുകയാണ്. ഇനി ഒരു കോഫി കൂടി പറഞ്ഞിട്ടുണ്ട്. കടയുടെ പേര് തന്നെ ഫിൽട്ടർ കോഫി റെസ്റ്റോറൻ്റ്. അപ്പോൾ ഇവരുടെ കോഫിയിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കൂടെ ഈ ആ വടയല്ലാതെ വേറെ എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് കൂടി ചോദിക്കണം. ഫിൽട്ടർ കോഫിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ റെസ്റ്റോറൻറ്റിലെ ഫിൽട്ടർ കോഫി എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. നല്ല ഫിൽട്ടർ കോഫി ആയിരുന്നു. പക്ഷേ ബില്ല് കണ്ടപ്പോഴാണ് ചെറിയൊരു ഡിസപ്പോയിൻമെൻറ്റ് എനിക്ക് തോന്നിയത്. ഫിൽട്ടർ കോഫി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ ഒരു കപ്പ് കൂടി വാങ്ങിച്ചു. ഒരു കപ്പ് കോഫിക്ക് ഇവർ ചാർജ് ചെയ്യുന്നത് 28 രൂപയാണ്. പാലക്കാട് ഇതേ തരത്തിലുള്ള കോഫി അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല കോഫി ഇതിൻ്റെ പകുതി റേറ്റിന് അവൈലബിൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ താങ്ക് യു, ബൈ.